രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ ഗർഭചിത്രം ഉഭയസമ്മത പ്രകാരമാണെന്ന് സൂചിപ്പിച്ച് ഹൈക്കോടതി ഉത്തരവ്. വാട്സാപ്പ് ചാറ്റുകളിൽ നിന്ന് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മുൻകൂർ ജാമ്യ ഉത്തരവിലാണ് നിർണായക പരാമർശം. ക്രൂരമായ പീഡനത്തിന് ഇരയായ ഒരാൾ വീണ്ടും അതേ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നത് അവിശ്വസനീയമാണ്. ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. ബന്ധം തകരുമ്പോൾ അത് പീഡനക്കേസായി മാറ്റുന്ന പ്രവണത ശരിയല്ല. ഇക്കാര്യം അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതി. ഗോപിക അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോപിക, എന്തൊക്കെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കോടതി? ഒപ്പം ഇതിനോട് സംബന്ധിച്ച് നടത്തിയ പരാമർശങ്ങൾ കൂടി. അനീഷ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ആദ്യ ബലാത്സംഗ കേസിലാണ് ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നത്. അതായത് ജാമ്യാപേക്ഷയിൽ ജാമ്യം ലഭിച്ചു. എന്നാൽ കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ജാമ്യം നൽകിയത്. എന്നാൽ ഇത് കൂടാതെ തന്നെ ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഈ കേസിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ പരാതിക്കാരിയുമായി രാഹുലിനുണ്ടായിരുന്ന ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നു. അതുകൂടാതെ തന്നെ പരാതിക്കാരി പ്രധാനമായും ഉന്നയിച്ചിരുന്നായിരുന്നു നിർബന്ധിത ഗർഭചിത്രം എന്നത്. ഈ നിർബന്ധിത ഗർഭചിത്രം എന്നത് ഉഭയസമ്മതത്തോടെയാണെന്നുള്ള സൂചന ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ പുറത്തു വന്ന ഉത്തരവിൽ പറയുന്നത്. അതായത് ഈ നിർബന്ധിത ഗർഭചിത്രത്തിന് ശേഷവും രാഹുലുമായുള്ള ബന്ധമുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ രാഹുലിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിലെല്ലാം പോയി താമസിച്ചിരുന്നു പരാതിക്കാരി. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബന്ധം നിലനിൽക്കെ എങ്ങനെയാണ് ബലാത്സംഗ കുറ്റം നിലനിൽക്കുക എന്ന് ഹൈക്കോടതി മുൻപും ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വന്ന ഈ വിധിയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കർശന ഉപാധികളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഈ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ വരുന്ന തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. ഇതിനെ തുടർന്ന് 3 ദിവസം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ചോദ്യം ചെയ്യലിനായി അന്വേഷണത്തിന് രാഹുൽ ഹാജരാകേണ്ടി വരും. ഈ ഒരു കാലയളവിനെ കസ്റ്റഡിയായി തന്നെ പരിഗണിക്കാമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഇത് കൂടാതെ തന്നെ മുൻപത്തെ കേസുകളിലൊക്കെ സംബന്ധിച്ച് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്തെല്ലാം ഫോൺ ഇതിലെ ഒരു തെളിവാണ് ഫോൺ എന്ന് പറയുന്നത്. ഫോൺ ഓപ്പൺ ചെയ്യാനൊക്കെ വിസമ്മതിക്കുകയുണ്ടായി. എന്നാൽ ഈ ഒരു അന്വേഷണത്തിൽ ഈ 3 ദിവസം ഫോൺ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പരിശോധനയ്ക്കായി കൈമാറേണ്ടതുണ്ട്. ഇത് കൂടാതെ തന്നെ വൈദ്യ പരിശോധനയ്ക്കും രാഹുൽ വിധേയനാകേണ്ടി വരും. അതുപോലെ തന്നെ കേരളം വിട്ടുപോകാനുള്ള പെർമിഷൻ ഇല്ല. ഇത് കൂടാതെ പാസ്പോർട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടി വരും. ഇത് കൂടാതെ ഈ അതിജീവിതയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സാക്ഷികളെയോ ആരെയും തന്നെ സ്വാധീനിക്കാനോ കാണാനോ പാടില്ല. എന്തായാലും ഈ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്താം. എന്നാൽ 1 ലക്ഷം രൂപയോ അതുപോലെ തന്നെ 2 ആൾ ജാമ്യത്തിൽ അദ്ദേഹത്തെ അപ്പം തന്നെ ജാമ്യത്തിൽ വിടേണ്ടി വരും. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഈ കേസിലെ പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത്തരത്തിൽ അതിജീവിതയുടെ പ്രധാനപ്പെട്ട പരാതിയായിരുന്നു നിർബന്ധിത ഗർഭചിത്രം എന്നത്. എന്നാൽ ഇത് ഉഭയസമ്മത പ്രകാരത്തോടെയാണെന്നും അതുകൂടാതെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് അതിജീവിതം മുന്നോട്ട് വെച്ചത്. ഒന്ന് ലൈംഗിക പീഡന ആരോപണം, രണ്ടാമത്തത് ഗർഭചിത്രം. ഈ 2 കേസുകളാണ് മുൻപ് കീഴ്ക്കോടതികൾ ഉൾപ്പെടെ വളരെ പ്രധാനമായി തന്നെ പരിഗണിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ അതിലാണ് ഇപ്പോൾ ഹൈക്കോടതി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് ഈ കേസിന്റെ മെറിറ്റ് എവിടെയെങ്കിലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ ഗോപിക? അതെ, തീർച്ചയായും അനീഷ. കൃത്യത്തിൽ ഇത്തരത്തിലുള്ള ഹൈക്കോടതിയുടെ പരാമർശത്തിലൂടെ ഈ കേസിന്റെ മെറിറ്റ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള ഈ ഗർഭചിത്രം നിർബന്ധിതമാണെന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ വിചാരണ സമയത്ത് ഹാജരാക്കേണ്ടതാണെന്നാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൽ തന്നെ പരാമർശിച്ചിട്ടുള്ളത്. ഇതിലൊരു സൂചന മാത്രമാണ് ലഭിച്ചത്. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് ഈ വാട്സപ്പ് ചാറ്റുകളാണ്. അപ്പോൾ ഈ വാട്സപ്പ് ചാറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് എന്നുള്ളൊരു വ്യക്തത നമുക്ക് വരുത്താൻ സാധിക്കുകയില്ല. കാരണം ഇതിലൊരു സൂചന ഉണ്ടല്ലോ എന്ന് മാത്രമാണ് കോടതി ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു സംശയമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ജീവിത സ്വാഭാവിക ഒരു മാനസികമായി തളർന്നിരുന്ന ഒരു സമയത്ത് വീണ്ടും ഈ രാഹുലിനെ കാണാൻ പോയതൊക്കെ അത്തരത്തിലുള്ള ഒരു ബന്ധം പിന്നീട് എങ്ങനെ ഒരു ബലാത്സംഗത്തിലേക്ക് കടക്കുന്നു, അതിനെ എങ്ങനെ ബലാത്കാരമായിട്ട് കാണാൻ സാധിക്കുമെന്ന എല്ലാം തന്നെ ഹൈക്കോടതി മുൻപും ചോദിച്ചിരുന്നു. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇന്ന് ഒരു മുൻകൂർ ജാമ്യം ലഭിച്ചത്. പക്ഷേ എന്തായാലും ഇതിന്റെ കൂടുതൽ അന്വേഷണത്തിലോട്ട് തന്നെയാണ് പുരോഗമിക്കുന്നത് ഈ വരുന്ന 3 ദിവസങ്ങൾ. അതായത് തിങ്കൾ മുതലുള്ള ഈ 3 ദിവസങ്ങളിൽ ഈ ഒരു കേസിൽ കൃത്യമായ അന്വേഷണമായിരിക്കും നടക്കുക. ഇതിൽ എന്തായാലും ഈ തെളിവുകൾ, അതായത് പരാതിക്കാരി ഹാജരാക്കിയ തെളിവുകളിൽ വ്യക്തത വരുത്തണം എന്നാണ് ഇപ്പോൾ കൃത്യമായും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതിയിൽ അവസാനമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ സൂചന ഇങ്ങനെയാണല്ലോ എന്ന് മാത്രമാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്.
പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത്തരത്തിലുള്ള വാട്സപ്പ് ഇവരുടെ ചാറ്റുകളിൽ നിന്നും ഇത്തരത്തിൽ ഗർഭചിത്രം നടന്നിട്ടുണ്ട്. കാരണം നിർബന്ധിച്ചാണ് മരുന്ന് ഈ അബോർഷനുള്ള മരുന്ന് കഴിപ്പിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു നിർബന്ധിതമായിട്ടുള്ള നടന്നു എന്നുള്ളതിന് തെളിവുകളാണ് കോടതി ചോദിക്കുന്നത്. കാരണം ഇത് കൂടാതെ തന്നെ രാഹുലിന്റെ സുഹൃത്താണ് ഇത്തരത്തിൽ മരുന്ന് പരാതിക്കാരിക്ക് എത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഇത് നിർബന്ധിതം എന്നുള്ളതിന് തെളിവാണ് എന്തായാലും പ്രധാനമായും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ വരുന്ന ഈ അന്വേഷണത്തിൽ എന്തായാലും രാഹുൽ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും. കൂടാതെ തന്നെ ഇതൊരു വിദഗ്ധമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. അനീഷ, യെസ്, ഏതായാലും ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി. അതിൽ ചില പരാമർശങ്ങൾ കൂടി നടന്നു. ഈ ഗർഭചിത്രവും ഒപ്പം ഈ ലൈംഗികാരോപണവും ഒക്കെ ഉഭയസമ്മത പ്രകാരമല്ല എന്ന ചോദ്യം, ഒരു സംശയം കോടതി ഉന്നയിക്കുകയും ചെയ്യുന്നു. ഏതായാലും കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് കൂടി കടക്കും. ഒപ്പം കർശന ഉപാധികൾ കൂടിയുണ്ട്. ഗോപിക അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.